എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചീരയും അതുപോലെ തന്നെ ചേമ്പും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് ചേമ്പ് വേണം. നമ്മളിവിടെ 3 മീഡിയം സൈസിലുള്ള ചേമ്പ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചീരയുടെ തണ്ടിട്ട് കൊടുക്കാം. ചുവന്ന കളറിലുള്ള ചീരയാണ് ഈ അവിയലിന് ഏറ്റവും നല്ലത്. അപ്പോൾ തണ്ട് നിങ്ങൾക്ക് പിളർന്നോ അല്ലാതെയോ ഇട്ട് കൊടുക്കാം. ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ ഒന്ന് പിളർന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഈ ചേമ്പും ഈ തണ്ടും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വരെ വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. ഈ അവിയൽ ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് അടച്ചു വെച്ച് ഈ ചേമ്പ് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചേമ്പ് ഒരു 3/4 വേവ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മാങ്ങ പീസാക്കിയതാണ് ചേർക്കാൻ പോകുന്നത്. ഒരുപാട് പുളിയുള്ള മാങ്ങ ആണെന്നുണ്ടെങ്കിൽ 3/4 ഭാഗമൊക്കെ എടുത്താൽ മതി. ഇത് ആവശ്യത്തിന് പുളിയുള്ളൊരു ചെറിയൊരു മാങ്ങയാണ്. അടച്ചു വെച്ച് മാങ്ങയുടെ കഷ്ണം വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വേണം. 1/4 മുറി മുതൽ അരമുറി തേങ്ങ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചേമ്പ് വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിൽ കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, സാധാരണ നമ്മൾ അവിയലിന് അരയ്ക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ചേർക്കാം. സാധാരണ അവിയൽ അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി അല്ലി ഞങ്ങൾ ഇടാറില്ല, പക്ഷേ ഈ അവിയലിന് വെളുത്തുള്ളിയുടെ ഒരല്ലി ഇടുന്നത് നല്ലതാണ്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് പൾസ് ചെയ്താൽ മതി, ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 2 എരിവുള്ള പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. പച്ചമുളക് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇപ്പോൾ ചേമ്പും മാങ്ങയും അതുപോലെ ചീരത്തണ്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീരയുടെ ഇല ചേർക്കാം. ചീരയുടെ ഇല അരിയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഒരുപാട് കനം കുറച്ച് അരിയണ്ട, കുറച്ച് വലുതായിട്ട് ഇതുപോലെ അരിയണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് അമക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇത് ആവി കയറുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറഞ്ഞു വരും ഇതിൻ്റെ സൈസ്. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചീരയുടെ ഇലയിലേക്ക് ചെറുതായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തിയിട്ടിട്ട് വീണ്ടും അടച്ചു വെക്കാം. അരപ്പ് ആദ്യമേ തന്നെ മിക്സ് ചെയ്യേണ്ട, അരപ്പിലേക്കും കൂടി ആ ആവി ഒന്ന് കയറി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരപ്പിലേക്കും നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഈ അവിയൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം അടിയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചീരയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു അവിയലല്ല, കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി കൊടുക്കുക. ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് ചേമ്പിന് പകരം ചക്കക്കുരുവും ഇടാവുന്നതാണ്, പക്ഷേ ചേമ്പ് ഇടുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീര അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റുള്ള അവിയലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്